ഈ തടവുകാരൻ ജയിൽ ചാടാൻ വേണ്ടി പുതിയ ലൈസൻസ് പ്ലേറ്റ് വരുമ്പോഴെല്ലാം അത് രഹസ്യമായി വളച്ച് കേടുപാടുകളുണ്ടെന്ന് കാവൽക്കാരനോട് പറഞ്ഞു. കാവൽക്കാരൻ ശ്രദ്ധിക്കാത്തപ്പോൾ പ്ലേറ്റ് തന്റെ ടൂൾ ബോക്സിൽ ഒളിപ്പിച്ചുവെച്ച് അവൻ 2 വർഷം ഇത് തുടർന്നു. തിരികെ സെല്ലിലെത്തി ശക്തി മുഴുവൻ ചോരുന്നതുവരെ കട്ടിലിന്റെ ഫ്രെയിമിൽ ഇരു കൈകൾ കൊണ്ടും അവൻ മുറുകെ പിടിക്കുകയും ഓരോ തവണയും എത്ര സമയം പിടിച്ചുനിന്നുവെന്ന് കട്ടിലിനടിയിലെ നോട്ട്ബുക്കിൽ കുറിക്കുകയും ചെയ്യുമായിരുന്നു. ഒടുവിൽ 230 സെക്കൻഡ് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞപ്പോൾ സമയമായെന്ന് അവൻ മനസ്സിലാക്കി. അടുത്ത ദിവസം ചപ്പുചവറുകൾ കളയാനെന്ന വ്യാജേന കാവൽക്കാരന്റെ കണ്ണുവെട്ടിച്ച് അവൻ ഇരുട്ടിൽ ഒളിച്ചിരുന്ന് നിരീക്ഷിച്ചു. ആരും നോക്കുന്നില്ലെന്ന് ഉറപ്പായപ്പോൾ ഒളിപ്പിച്ച ലൈസൻസ് പ്ലേറ്റുകളും എടുത്ത് വാനിന്റെ പിന്നിലേക്ക് ഓട്ടി അവയുടെ മറവിൽ വാഹനത്തിനടിയിൽ പൂർണ്ണമായി ഒളിച്ചു. പ്ലാൻ വിജയിച്ചെന്ന് കരുതിയപ്പോൾ ട്രക്ക് പെട്ടെന്ന് നിന്നു. കാവൽക്കാരൻ പരിശോധന തുടങ്ങിയതോടെ അവൻ അനങ്ങാതെ കിടന്നു. സമയം പോകുന്തോറും ശക്തി കുറഞ്ഞു വന്നെങ്കിലും പ്ലേറ്റുകളുടെ മറവിലായതിനാൽ കാവൽക്കാരൻ ഒന്നും കണ്ടില്ല. അങ്ങനെ അവൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. യാത്രാമധ്യേ ട്രക്കിലെ ഗാർഡ് ഒരു വിചിത്രമായ ശബ്ദം കേൾക്കുകയും പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ആ മനുഷ്യൻ ഗാർഡിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. അതേസമയം ജയിലിനുള്ളിൽ ഒരു ഇന്റർവ്യൂ ഷോയുടെ ചിത്രീകരണം നടക്കുകയായിരുന്നു. കയ്യിലെ പെൻസിൽ കണ്ട് ജാക്കിന് ഒരു ബുദ്ധി തോന്നി. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ അവൻ പെൻസിലിന്റെ മുകളിലെ ഇറേസർ മാറ്റി മേശയ്ക്കടിയിൽ നിന്ന് കിട്ടിയ കമ്പികൊളുത്ത് രൂപത്തിലാക്കി ഇറേസർ അതിൽ ഘടിപ്പിച്ചു. ശേഷം മാർക്കർ ഉപയോഗിച്ച് അത് കറുപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ആരും ശ്രദ്ധിക്കാത്തപ്പോൾ റെക്കോർഡിംഗ് ക്രൂവിന്റെ വസ്ത്രങ്ങൾ മോഷ്ടിച്ച് ധരിച്ച അവൻ താൻ തയ്യാറാക്കിയ വ്യാജ ഹെഡ്ഫോണും വെച്ച് ഒരു തൊഴിലാളിയെപ്പോലെ ടൂൾ ബോക്സും ക്യാമ്മി പുറത്തേക്ക് നടന്നു. വഴിയിലുടനീളം ഹെഡ്ഫോണിലൂടെ സ്വയം സംസാരിച്ച് എല്ലാവരെയും പറ്റിച്ചെങ്കിലും പുറത്തു കടക്കാറായപ്പോൾ ഒരാൾ തടഞ്ഞു നിർത്തി ടൂൾ ബോക്സ് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ജാക്ക് ആശ്വാസത്തോടെ പെട്ടി തിരികെ നൽകി ഒടുവിൽ പുറത്തിറങ്ങി.